ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത മഞ്ഞുകാലം എന്ന് പറയുന്നതിന് പകരം ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത മഴക്കാലം എന്ന് പറയേണ്ട ഒരവസ്ഥയായി അല്ലേ. ഇവിടെ ഇതേ നല്ല കോരിച്ചൊരിയുന്ന മഴയാണ് കേട്ടോ. നല്ല മഴക്കാറും ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇടി മാത്രം പൊട്ടിയില്ല. അപ്പോൾ ഇത് നമ്മുടെ റോഡൊക്കെ മഴയാൽ കുതിർന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചെളിവെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഉച്ച 1:30 എടുത്തിട്ടുണ്ട്. 1:30 അപ്പോൾ ഇനി ഞാൻ മുട്ട വെച്ചിട്ട് എന്താ കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിള്ളേർക്ക് വേണ്ടിയിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടി പോവുകയാണ് ഉച്ചയ്ക്ക്. അപ്പോൾ മുട്ടയിൽ ഇച്ചിരി മഞ്ഞളിടില്ലല്ലോ, ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മുട്ട പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് പൊരിച്ച് ദേ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് എടുക്കാറുമ്പോഴേക്കും ദേ ഏസൂട്ടി വന്നിട്ടുണ്ട്. അത് അവളെ ആക്കി തരാൻ മുട്ടയുടെ പാട്ടറിയാം. ഇപ്പം പാടിത്തരും. പാട്. ഇതാണ് പാട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് സാമ്പാറും ചോറും നമ്മുടെ മുട്ട പൊരിച്ചതൊക്കെ ആട്ടോ. ഒറ്റയ്ക്ക് വാരി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഏസൂട്ടി ഇരിക്കുന്നത്. ഇതേ മടിയനായ പുത്രൻ അച്ചാച്ചൻ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിച്ച് മടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അവസാനത്തെ അടവാണ് ഇതേ ഉണ്ട ഉരുട്ടിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. കണ്ണ് കൂട്ടിയിരിക്കുമ്പോഴേക്കും അവളെ എടുത്ത് കഴിച്ചോളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾ നല്ല സുഖമായ ഉറക്കത്തിലേക്ക് പോയി കേട്ടോ. ഇനി ഒരു 4 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. ഞാനങ്ങനെ എൻ്റെ ബാക്കി എഡിറ്റിംഗ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇക്കൂസ് ഇതേ ടി വിൻ്റെ മുന്നിലാണ്. അമ്മ നല്ല വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഇലയട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ശർക്കര ഇട്ടിട്ടുള്ള ഇലയടയില്ലേ അത്. അപ്പോൾ അത് വേണമെങ്കിൽ വേഗം ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചോളാം ഇക്കൂസിനോട് പറഞ്ഞപ്പോഴേക്കും ദേ ആൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഒക്കെ എടുത്ത് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഏസൂട്ടി എഴുന്നേറ്റിട്ടുണ്ട്. 2 പേരും ഇന്ന് ഭയങ്കരമായ സ്നേഹത്തിലാട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇത് തെറ്റിപ്പിരിയുന്നതും കാണാം. അങ്ങനെ ഇതേ രാത്രിയിലെ പഠിപ്പും അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈശോനോട് പ്രാർത്ഥിക്കുക കേട്ടോ. നാളെ മഴ ഉണ്ടാവണേ, സ്കൂൾ പോകാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ രാത്രിത്തെ ഫുഡ് അടിയും കഴിഞ്ഞു. ഇതേ പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഞാനും കഴിച്ചു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.